ഹായ് എവരി വൺ. നാളെ നമ്മളൊരു എക്സൈറ്റിംഗ് ഡേ ട്രിപ്പിന് പോവുകയാണ്. അപ്പോൾ ഇന്ന് രാത്രി തന്നെ പാക്കിംഗ് പ്രിപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഫാമിലി ട്രിപ്പ് ആകുമ്പോൾ പിന്നെ പാക്കിംഗ് ഒരു ടാസ്ക് അല്ലേ. ബേബിയുടെ ഫോർമുല മിൽക്ക്, ബേബി ഫുഡ്, അതിക്കിനും നമുക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സ്നാക്സ്, ഫ്രൂട്ട്സ്, പിന്നെ ഓരോ പേർ ഡ്രസ്സസ് കൂടെ വെച്ച് കുട്ടികളുടെ. പിന്നെ അതിനുശേഷം ഡിന്നർ കഴിച്ച് നമ്മൾ ഉറങ്ങാൻ പോയി. നെക്സ്റ്റ് ഡേ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ റെഡിയായി. പാക്ക് ചെയ്ത ബാഗുകളും മറ്റുമെല്ലാം കാറിലേക്ക് ലോഡ് ചെയ്തു. പിന്നെ നമ്മളെല്ലാവരും കാറിൽ കയറി നമ്മുടെ ലിറ്റിൽ റോഡ് ട്രിപ്പ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാം. ഓക്കെ, നമ്മളപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ വെസ്റ്റേൺ സൂപ്പർമെയർ ബീച്ചിലേക്കാണ്. ഇത് സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിലുള്ള ഒരു സീസൈഡ് ടൗൺ ആണ്. ആദ്യമായിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അത്തിക്കിന് പിന്നെ എപ്പോഴും ഒരു ട്രാവൽ സിക്നെസ് വരാറുണ്ട്. അത് ഇത്തവണയും വന്നു. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആയിരുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാറിനുള്ളിൽ പിന്നെ നമ്മൾ വീട്ടിലെ വർത്താനം, നാട്ടിലെ വർത്താനം, കുറേ കഥകളൊക്കെ പറഞ്ഞ് ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്ത് നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി. ഇതേ കണ്ടോ, നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ആ ബീച്ചെത്തി. അപ്പോൾ ബീച്ചിലെത്തിയ ഉടനെ തന്നെ ഞാൻ നോക്കുന്നത് സീസൈഡിലേക്ക് തന്നെയാണ്. പക്ഷേ സർപ്രൈസ്, വെള്ളമില്ല. സീസൈഡിലോട്ട് നോക്കുമ്പോൾ വെള്ളവും തിരകളും അങ്ങനെ ഒന്നും തന്നെ കാണാനില്ലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ ഹൈ ടൈഡ്, ലോ ടൈഡ് സമയങ്ങൾ അവിടെ ഉണ്ടായിരിക്കും. വേലിയേറ്റം, വേലിയിറക്കം. അപ്പോൾ വേലിയിറക്കം എന്ന് പറയുമ്പോൾ ഒരു 3-4 കിലോമീറ്ററോളം കടൽ ഉൾവലിഞ്ഞിട്ടുണ്ടായിരിക്കും. വേലിക്കയറ്റത്തിൻ്റെ സമയത്തേക്കാണെങ്കിൽ നന്നായിട്ട് തിരകളൊക്കെ അങ്ങോട്ട് തീരത്തേക്ക് കൂടുതലായിട്ട് വരികയും നമുക്ക് നന്നായിട്ട് കാണാനും ഒക്കെ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ വക ഇപ്പോൾ വെസ്റ്റേൺ സൂപ്പർമെയർ പോലെയൊക്കെയുള്ള ബീച്ചിലേക്ക് പോകുമ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. എപ്പോഴാണ് ഹൈ ടൈഡ്, എപ്പോഴാണ് ലോ ടൈഡ് എന്നുള്ള. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തിട്ടൊക്കെ പോവുമായിരിക്കും. ഇപ്പോൾ നമുക്കൊരു നിറഞ്ഞ കടലും തിരകളും ഒക്കെ കാണാനാണ് നമുക്കിഷ്ടം എന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിട്ട് ആ ഒരു സമയത്തേക്ക് അങ്ങോട്ട് എത്തുന്നത് പോലെ പോവുമായിരിക്കും ഏറ്റവും ബെറ്റർ. നല്ല വെയിലായിരുന്നു. കുറച്ച് കൂടുതൽ സൺസ്ക്രീനൊക്കെ വാരി തേച്ച് അവിടുത്തെ പ്രൊമനേഡിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. പിന്നെ ഒരു സ്പൈസ്ഡ് ടീ ഷേക്കൊക്കെ ട്രൈ ചെയ്തു. പിന്നെ കുറച്ച് ദൂരം കൂടി നടന്നപ്പോഴത്തേനും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. സോ ഒരു കൺട്രി ബർഗറാണ് ഞങ്ങളന്ന് അവിടെ ട്രൈ ചെയ്തത്. അത് നല്ല അടിപൊളിയായിരുന്നു. വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ടാണോ എന്നറിയില്ല, നല്ല യമ്മി ടമ്മി ഫുഡായിരുന്നു അത്. അങ്ങനെ ഒരു പെർഫെക്റ്റ് ബീച്ച് ഡേ ആയില്ലെങ്കിലും വെൽ സ്പെൻഡ് ടൈം വിത്ത് ഫാമിലി എന്ന് പറയാം. So that's all about this video. Thank you for watching.